ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ കാന്തല്ലൂർ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇത്. ഈ പാർട്ടിൽ നമ്മൾ പോയത് എരച്ചിൽപ്പാറ വാട്ടർഫോൾ കാണാനാണ്. അത് കഴിഞ്ഞ് നേരെ മൂന്നാർ ടൗണിൽ പോയി നേരെ തിരിച്ച് വീട്ടിൽ പോവായിരുന്നു. ഈ സ്ഥലം വരുന്നത് മറയൂർ മൂന്നാർ റൂട്ടിൽ കോവിൽക്കടവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ കോവിൽക്കടവിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞൊരു 3-4 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. ഇങ്ങോട്ട് ജീപ്പ് സഫാരി ഒക്കെ ഉണ്ട്. മെയിൻ റോഡിൽ നിന്ന് ജീപ്പൊക്കെ കിട്ടും ഇങ്ങോട്ട് വരാനായിട്ട്. 3-4 കിലോമീറ്റർ നടക്കാനുള്ളൂ എങ്കിലും നല്ല കുത്തനെയുള്ള കയറ്റി ഇറക്കമൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ കുറച്ച് പാടാണ്. ജീപ്പ് കിട്ടുന്നവർക്ക് ജീപ്പ് എടുക്കാം. ഈ വാട്ടർഫോൾ എത്തുന്നതിന് തൊട്ട് ഒരു 1 കിലോമീറ്റർ മുമ്പ് തൊട്ട് തന്നെ നമുക്ക് പമ്പാർ നദി ഒഴുകുന്നത് കാണാൻ പറ്റും. അത് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ഇങ്ങനെ കുത്തിയൊലിച്ചൊഴുകി വരുന്നൊക്കെ കാണാം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ വാട്ടർഫോൾ വരുന്നത്. ഇത് റോഡ് സൈഡിൽ തന്നെയാണ് ഈ വാട്ടർഫോൾ ഉള്ളത്. പ്രത്യേകിച്ച് എൻട്രി ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ 300 മീറ്റർ മുകളിൽ നിന്നാണ് ഈ വെള്ളം വീഴുന്നെങ്കിലും അധികം ഫോഴ്സ് ഒന്നും ഇല്ല കേട്ടോ. അതിന് നമുക്ക് അടിയിൽ നിന്ന് കുളിക്കുക എന്തൊക്കെ ചെയ്യാം. പക്ഷെ മൺസൂണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗതി മൊത്തത്തിൽ അങ്ങ് മാറുവേ. ഈ മറയൂർ കാന്തല്ലൂർ യാത്രയിൽ തീർച്ചയായും കാണേണ്ട ഒരു വാട്ടർഫോളാണ് ഈ എരച്ചിൽപ്പാറ വാട്ടർഫോൾ. എരച്ചിൽപ്പാറ എന്നും പറയും, ഇരച്ചിൽപ്പാറ വാട്ടർഫോൾ എന്നും പറയും. ഇതാണ് പമ്പാർ നദി. ഈ വാട്ടർഫോളിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് വരുന്നത്. ഈ വിഷ്വലും ആ വാട്ടർഫോളൊക്കെ കൂടി കാണാനായിട്ട് നല്ല ഭംഗിയാണ്. എന്തായാലും ഈ റൂട്ട് വരുന്നവർ ഇവിടെ വന്നൊന്ന് കണ്ടിട്ട് പോവുക. അത്രയും ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങൾ ചെന്ന സമയം മൺസൂൺ അല്ലാത്തതുകൊണ്ട് ഇവിടെ വെള്ളമൊക്കെ കുറവാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ തന്നെ മാറും. ഇത് മൊത്തം സാൻഡൽവുഡ് ഫോറസ്റ്റ് ആണ്. ഇതിൻ്റെ ഉള്ളിലെ മാനയൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട്. നിറച്ച് ഫുൾ നമുക്കിങ്ങനെ പോയി കഴിയുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ചന്ദനമാണ്. എനിക്കങ്ങ് സ്മെല്ലൊന്നും കിട്ടിയില്ല, പക്ഷെ എല്ലാവരും പറഞ്ഞായിരുന്നു ഇങ്ങനെ ചന്ദനത്തിൻ്റെ സ്മെല്ല് വരുന്നത്. മൊത്തം ചന്ദന മരങ്ങളാണ്. ഞങ്ങൾ ഇത് ജിമ്മിൽ നിന്ന് ട്രിപ്പ് പോയത്, അതുകൊണ്ടാണ് ബസ്സിൻ്റെ സമയം കാര്യങ്ങളൊന്നും ഞാൻ അധികം മെൻഷൻ ചെയ്യാത്തത്. പക്ഷെ വൈറ്റില ഹബ്ബിൽ നിന്നും KSRTC സ്റ്റാൻഡിൽ നിന്നൊക്കെ ഒരുപാട് ബസ്സുകളുണ്ട്. നമുക്ക് ഡയറക്റ്റ് കാന്തല്ലൂർ മറയൂർ റൂട്ട് വരുന്ന ഒരുപാട് ബസ്സുണ്ട്. നിങ്ങൾ ഈ റൂട്ട് ബസ്സിൽ കയറി വരുവാണെങ്കിൽ ഇരച്ചിൽപ്പാറയിലോട്ട് വരണമെങ്കിൽ സ്ഥലം മറക്കണ്ട, കോവിൽക്കടവ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടക്കാവുന്ന ദൂരമുള്ളൂ. എന്തായാലും 4 കിലോമീറ്റർ നടന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. താങ്ക് യു.